അസാധാരണമായ വളർച്ച ഒരുവനിൽ കാണുമ്പോൾ കർത്താവെ അവനെ അനുഗ്രഹിച്ചതുപോലെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് കിടന്ന് പിച്ചിമ്പയും പറയാതെ ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ഇടത്ത് ദൈവം നിങ്ങൾക്ക് നൽകുന്നതിൽ തൃപ്തിപ്പെട്ട് നിങ്ങൾ നിമിത്തം അടുത്ത ഒരുത്തനോ മുമ്പിലോ പിൻപിലോ പുറകെ ഉള്ളവനോ ഒരു ദോഷം വരുവാൻ ഇടയാകാതെ നിങ്ങളെ നിയമിച്ചാക്കിയ സ്ഥലത്ത് തന്നെ വളർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് തന്നെ വളർന്ന് നിങ്ങളാൽ ആവോളം കഴിവതും നൽഫലം പുറപ്പെടുവിപ്പാൻ തയ്യാറായാൽ യജമാനൻ്റെ കളപ്പുരയിൽ അവൻ നിങ്ങളെ സൂക്ഷിക്കും. അല്ലെങ്കിൽ പ്രശ്നം, നമ്മൾ ഒത്തിരി വളർന്ന് പൊങ്ങി ഫലവും പുറപ്പെടുവിച്ചു, കളത്തിൽ ചെന്നു, അവിടെ വീശുമുറം കയ്യിലുണ്ട്. ആ വീശുമുറം വെച്ച് വീശുമ്പോൾ പതിരെല്ലാം പറന്നു പോകും. പിന്നെയോ അതിനെ കൂട്ടിവാരി തീയിലിട്ട് ചുട്ടുകളയും. നമുക്ക് യേശു പറഞ്ഞ ഈ ഉപമ എത്ര കാണാപ്പാടമാണ്. വർഷങ്ങളായി നമ്മൾ ദൈവാസന്മാരെ പറഞ്ഞ് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ വചനം നമുക്ക് കാണാപ്പാടവുമാണ്. പക്ഷേ ഈ വചനവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള ബോധ്യമാണ് പരിജ്ഞാനം. പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. കർത്താവിൻ്റെ വചനം ഇവിടെ നിങ്ങൾ കേൾക്കുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയി ആ വചനങ്ങളെ എടുത്തു വെച്ച് വായിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, എന്താണ് പാസ്റ്റർ ഇന്ന് ഈ വചനം പറഞ്ഞത്? എന്തൊക്കെയോ സംസാരിച്ചു, എല്ലാം ഒന്നും മനസ്സിലാക്കാൻ പറ്റിയതുമില്ല. അതുകൊണ്ട് ഈ വചനം ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറകൾക്ക് ഗുണകരമായി തീരണം. ഈ വചനവും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ന്യായവിധിയായി തീരല്ലേ കർത്താവേ. ഈ വചനം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാം അനുഗ്രഹത്തിനായി തീരണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ കൂട്ടായ്മയിൽ വരുത്തിയിരിക്കുന്നത്. ഈ കൂട്ടായ്മയിൽ സ്ഥിരമായി വരുന്ന എല്ലാ ദൈവമക്കളും ഇവിടെ നിങ്ങൾ കേൾക്കുന്ന വചനം വീട്ടിൽ കൊണ്ടുപോയി വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. കർത്താവേ, ഈ വചനം ഞങ്ങൾക്ക് ശിക്ഷാവിധിയാകരുതേ. ഈ വചനം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് നിത്യതയ്ക്ക് മുഖാന്തരമാക്കി തീർക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം.